ഇതുവരെ UDF നമുക്ക് വാഗ്ദാനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മാനന്തവാടിയിൽ ഏറ്റവും മോശം തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ പോലും മാനന്തവാടിയിൽ ഒരു മര്യാദക്കുള്ള ഒരു സ്റ്റേഡിയമില്ല, ഒരു ഗ്രൗണ്ടില്ല. രണ്ടാമത് മാനന്തവാടി ചൂട്ടക്കടവ് ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളാണ്. നിലവിൽ അവിടെ കുളിക്കടവ് ഉണ്ടായിരുന്നിടത്ത് അത് മാറ്റിക്കൊണ്ട് അവിടെ ഒരു ആമ്പൽക്കുളമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് മരണാനന്തര കർമ്മം ചെയ്യാനും അവിടെ മറ്റുള്ള ഒരു അലക്കാനും കുളിക്കാനുള്ള ഒരു ഫെസിലിറ്റീസും നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇന്ന് ഒരു കാര്യം കൂടെ, കോടികൾ മുടക്കിയിട്ട് പാതയോരങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവിടെ പച്ചക്കറിത്തോട്ടോ മറ്റ് ഔഷധത്തോട്ടങ്ങൾ എന്ന വ്യാജാന കോടികളാണ് നമ്മുടെ ഈ നഗരസഭയിലുള്ള അധികൃതർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും നിഷാന്ത്, മാനന്തവാടി കാര്യമായി വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ മേഖലയുമായി, ഇപ്പോൾ പട്ടയത്തിൻ്റെ കാര്യം നോക്കാം. പട്ടയത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എന്നിട്ടും അതിലുണ്ടാകുന്നില്ല. അവിടെയൊക്കെ സത്യത്തിൽ ഇത് വയനാടിൻ്റെ പല പ്രശ്നങ്ങളും ദേശീയ പ്രശ്നങ്ങളാണ്. ദേശീയ സർക്കാരും കർണാടക സർക്കാരും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രിയങ്ക ഗാന്ധിക്ക് കുറെ കൂടി എഫക്റ്റീവായിട്ട് അതിന് ഇടപെടാൻ കഴിയും. അതിനുവേണ്ടി ഇടപെടാൻ കഴിഞ്ഞോ? നേരത്തെ പറഞ്ഞ മെഡിക്കൽ കോളേജിന് വേണ്ടി MP ഫണ്ടിൽ നിന്ന് പണം കൊടുത്തോ? ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഒപ്പം MP ഫണ്ടിൽ നിന്ന് ആംബുലൻസുകളല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല. സത്യമാണ്, വസ്തുതയാണ്.